ജർമ്മനിയിൽ വൻ സ്ഫോടനം ലക്ഷ്യമിട്ട അഭയാർത്ഥികളായ തീവ്രവാദികൾ കേരളത്തെ ഓർമ്മിപ്പിക്കുന്നത്. ജർമ്മനിയിൽ സാധാരണക്കാരായ മനുഷ്യരെ കൊന്നൊടുക്കുവാനുള്ള വൻ സ്ഫോടനത്തിന് പദ്ധതിയൊരുക്കിയ ഇസ്ലാമിക തീവ്രവാദികളായ സിറിയൻ അഭയാർത്ഥി ചേട്ടൻ്റെയും അനിയൻ്റെയും പദ്ധതി പൊളിഞ്ഞത് ജർമ്മൻ പോലീസിൻ്റെ സമയോചിതമായ ഇടപെടൽ മൂലം. സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതിനിടയിൽ വടക്ക് തെക്കൻ ജർമ്മനികളിലെ ഹാംബുർഗ്, കേപ്റ്റൺ എന്നീ പ്രവിശ്യകളിൽ നിന്നാണ് അതിതീവ്ര ഇസ്ലാമിക വാദികളും ജിഹാദികളുമായ ഇവരെ ജർമ്മൻ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇസ്ലാമിൽ വിശ്വസിക്കാത്ത അവിശ്വാസികളെ മുഴുവൻ കൊന്നൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ചതെന്ന് ഇവർ ഏറ്റുപറയുമ്പോൾ ലോകത്തിൽ ഏറ്റവും വിനാശം വിതയ്ക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ഇസ്ലാമിക തീവ്രവാദം എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുകയാണ്. ഇവരുടെ അറസ്റ്റിന് തൊട്ടു മുൻപ് ജർമ്മനിയിലെ തന്നെ ഡൂയിസ്ബർഗിലെ ഒരു ഫിറ്റ്നസ് സ്റ്റുഡിയോയിൽ അഭയാർത്ഥികളായി സിറിയയിൽ നിന്ന് വന്ന ഒരു ഇസ്ലാമിക ഭീകരൻ 4 ജർമ്മൻകാരെ മാരകമായി കുത്തി പരിക്കേൽപ്പിച്ചിരുന്നു. ഇയാളുടെ ഫോൺ പരിശോധിച്ചപ്പോൾ അന്യമതസ്ഥരെ ഉന്മൂലനം ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്ന ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ശക്തമായ തെളിവുകളാണ് ജർമ്മൻ പോലീസിന് ലഭിച്ചത്. സിറിയയിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപ് അഭയാർത്ഥികളായി ജർമ്മനിയിലേക്ക് എത്തിയവരാണ് പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തിയ തരത്തിലുള്ള ഇത്രയും വലിയ നന്ദികെട്ട തിന്മയ്ക്ക് കളമൊരുക്കിയത് എന്ന് അറിയുമ്പോൾ ദയനീയാവസ്ഥ കാട്ടിവരുന്ന ഇസ്ലാമിക അഭയാർത്ഥികളിലെ തീവ്രവാദികളെക്കുറിച്ച് എത്രമാത്രം ജാഗ്രത പാലിക്കണം എന്ന മുന്നറിയിപ്പ് കൂടിയാണ് ലഭിക്കുന്നത്. മനുഷ്യത്വത്തിൻ്റെ പേരിൽ സഹതാപം കാണിക്കുമ്പോഴും കനത്ത ജാഗ്രത പുലർത്തണം. തദ്ദേശീയരെ സംബന്ധിച്ചിടത്തോളം ജർമ്മനിയിൽ 20.2 മില്യൺ കുടിയേറ്റക്കാരാണ് ഉള്ളത്. ആഗോള കുടിയേറ്റ കണക്കുകൾ അനുസരിച്ച് വളരെ കൂടിയ തോതിലാണ് അഭയാർത്ഥികൾ ജർമ്മനിയിലേക്ക് കുടിയേറുന്നത്. അതിൽ ഭൂരിപക്ഷവും ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരാണ്. ക്രൈസ്തവ ഭൂരിപക്ഷമായ യൂറോപ്യൻ രാജ്യങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ അഭയാർത്ഥികളെ നിറഞ്ഞ മനസ്സോടെയാണ് സ്വീകരിച്ചിരുന്നത്. എന്നാൽ ക്രൈസ്തവ സഹജമായ സ്നേഹത്തെയും സഹാനുഭൂതിയെയും അങ്ങേയറ്റം ദുർവ്യയം ചെയ്തുകൊണ്ട് അഭയാർത്ഥികളായി വന്നു കയറുന്ന ഇസ്ലാമിസ്റ്റുകൾ പിന്നീട് രൂപവും ഭാവവും മാറി കരച്ചിൽ ഇരവാദവും പുറത്തെടുത്തുകൊണ്ട് അഭയം കൊടുത്തവൻ്റെ കഴുത്തറുക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ഒടുവിൽ എത്തിച്ചേരുന്നത്. ഇറ്റലിയിലേക്കും ഇത്തരം കുടിയേറ്റങ്ങൾ ശക്തമായി തന്നെ നടക്കുന്നുണ്ടായിരുന്നെങ്കിലും മെലോണി അധികാരത്തിൽ വന്നതോടെ അതെല്ലാം കുറഞ്ഞിരിക്കുകയാണ്. അടുത്തിടെ അഭയാർത്ഥികളുടെ ബോട്ട് മറിഞ്ഞ് 60-ലധികം പേർ മരിച്ചപ്പോഴാണ് ഇത്തരം കുടിയേറ്റങ്ങളുടെ പിന്നാമ്പുറ രഹസ്യങ്ങൾ ലോകം അറിഞ്ഞത്. സൈനികമായും സാമ്പത്തികമായും സ്വയം പര്യാപ്തതയോടെ വളർന്നു നിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളെ പോരാട്ടത്തിലൂടെ കീഴടക്കുകയെന്നത് ഇനി അസാധ്യമാണെന്ന് തിരിച്ചറിഞ്ഞ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ലോകം മുഴുവൻ ഇസ്ലാമിക ഭരണത്തിൻ്റെ കീഴിൽ കൊണ്ടുവരുവാൻ നടത്തുന്ന പുതിയ തന്ത്രമാണ് ഇത്തരം അഭയാർത്ഥി പ്രവാഹങ്ങൾ. ലോകത്തെ ഏറ്റവും സമ്പന്നമായ മുസ്ലിം രാജ്യങ്ങളായ സൗദിയും ഖത്തറും UAE-യും ഒക്കെ ഒരു അഭയാർത്ഥിയെ പോലും സ്വീകരിക്കാതെയും കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കാതെയും ഇരിക്കുന്നത് ഇതുമായി ചേർത്ത് ചിന്തിക്കേണ്ടത് തന്നെയാണ്. ഇനിയും അത്തരം കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള വിവേകം യൂറോപ്യൻ ജനതയ്ക്ക് നഷ്ടപ്പെട്ടാൽ യൂറോപ്പ് ആസൂത്രിതമായി തന്നെ ഇസ്ലാമിസ്റ്റുകളാൽ ശിഥിലമാക്കപ്പെടുക തന്നെ ചെയ്യും. ഇനിയും യൂറോപ്യൻ രാജ്യങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ കാലങ്ങൾ നീണ്ട അജണ്ടയുടെ ഭാഗമായി അഭയാർത്ഥികളുടെ വേഷത്തിലും ഭാവത്തിലും വരുന്ന അസൽ തീവ്രവാദികൾ ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യങ്ങളിൽ കടന്നു കയറി അവിടെയുള്ള സംസ്കാരവുമായി താതാത്മ്യപ്പെട്ട് അധികാര സ്ഥാനങ്ങളിലും മറ്റും എത്തുന്നതുവരെ തദ്ദേശീയനായി തുടരും. ക്രമേണ വിഭജനവാദവും പൊട്ടിത്തെറികളുമായി ആ രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയെ തകർത്ത് അവിടം നശിപ്പിക്കും. പാക് വംശജൻ സ്കോട്ട്ലൻഡിലെ ഫസ്റ്റ് മിനിസ്റ്റർ ആയപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ തന്നെ നല്ല ഉദാഹരണം. എന്തായാലും യൂറോപ്പിനെ ഒരു പാഠമാക്കിയെടുക്കുന്നത് ലോകരാജ്യങ്ങൾക്ക് നല്ലതാണ്, പ്രത്യേകിച്ച് കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിന്.